ഇവിടെ ഒരാൾ തന്റെ കൊളീഗിനെ കാണുന്നതിനായി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവളുടെ മുതുകിൽ സ്ട്രേഞ്ച് ആയ ഒരു ടാറ്റു ഉള്ളത് നോട്ട് ചെയ്യുന്നു. പക്ഷെ ആ ലേഡി അവൾ ടാറ്റു ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. അയാൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ടാറ്റു അവിടെ ഉണ്ടായിരുന്നില്ല. അതേസമയം അത്ഭുതകരമായി ആ ലേഡിക്ക് സുഖമാവുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ടാറ്റു ഇപ്പോൾ അയാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുന്നു. ഷർട്ടൂരി നോക്കുമ്പോൾ അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത് പോലെ അത് അയാളുടെ മുതുകിലേക്ക് മൂവ് ആവുന്നു. ഉടനെ അയാളുടെ ബോഡി ജ്വലിക്കാൻ തുടങ്ങിയതും പേടിച്ച് ഡോക്ടറിന് കോൾ ചെയ്യുന്നു. ഡോക്ടർ അത് കണ്ട് അതൊരു സൂയിസൈഡ് ബോംബാണെന്ന് പറയുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ കോൾ ഡിസ്കണക്ട് ആവുന്നു. ഇയാൾ ഒരു കത്തിയെടുത്ത് ആ ടാറ്റു കട്ട് ചെയ്തെടുക്കാൻ ആ ലേഡിയോട് പറയുന്നു. എന്നാൽ ആ ടാറ്റു അത് സെൻസ് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുമ്പോഴെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് റേഡിയേഷൻ ലെവൽ കൂടുതലായപ്പോൾ അവർ രണ്ടുപേരും ഒരു ബോംബ് ഷെൽട്ടറിലേക്ക് വരുന്നു. അതിനുശേഷം അയാൾ തന്റെ വൈഫിനെ അവസാനമായി കോൾ ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ വൈഫ് അത് കണ്ട് ആ ടാറ്റു വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അത് സ്കിന്നിൽ നിന്ന് സ്കിന്നിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ആവൂ എന്ന് അയാൾ പറയുന്നു. ആ ടാറ്റു എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞ് ഒരു ലെതർ ബോക്സും കാണിക്കുന്നു. വൈഫ് അത് കണ്ട് അതും സ്കിന്നാണെന്ന് പറഞ്ഞ് ആ ലെതർ ബോക്സ് ടാറ്റുവിന് മുകളിൽ വെച്ച് പ്രസ് ചെയ്യാൻ പറയുന്നു. നോക്കുമ്പോൾ അവൾ പറഞ്ഞതുപോലെ തന്നെ ആ ടാറ്റു വീണ്ടും ലെതർ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു.